ഹലോ, ഞാൻ അനു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് ഒരു കാളൻ ഉണ്ടാക്കാം. ഈ സദ്യക്കൊക്കെ നല്ല കുറുകുറാന്നിരിക്കുന്ന യെല്ലോ കളറിലുള്ള കാളൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കായയും ചേനയും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ കായയോ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ചേനയോ ഏതെങ്കിലും ഒന്ന് എടുക്കാം, അല്ലെങ്കിൽ രണ്ടും ചേർത്തെടുക്കാം. എപ്പോഴും രണ്ടും കൂടി ഇട്ട് ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അതിൻ്റെ തൊഴിലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി, തീരെ ചെറുതല്ല, ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് നമുക്ക് വേവിക്കണം. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ കായയും ചേനയും കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അത് ഒരു ചട്ടിയിലേക്ക് ഇടാം. മൺചട്ടി ആയാലും കുഴപ്പമില്ല, സാധാരണ പാത്രമായാലും കുഴപ്പമില്ല. എന്നിട്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് വേവിക്കുക. അടച്ച് വെച്ച് വേവിക്കണം, നന്നായിട്ട് വേവണം. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ വെള്ളമൊക്കെ ചിലപ്പോൾ കുറഞ്ഞ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കി വേവിക്കുക. അപ്പോൾ ഇത് വേവണ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് തയ്യാറാക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 400 ഗ്രാമോളം തൈരാണ് എടുത്തേക്കുന്നത്. നല്ല പുളിയുള്ള തൈരാണ്. അത് മിക്സിയിൽ അടിച്ചിട്ട് വെന്ത് വന്ന ഈ മിക്സിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ കുറുക്കാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറുകി വരണം. തൈര് ആദ്യം ഒഴിക്കണം, എന്നിട്ട് ശേഷമാണ് നമ്മൾ നാളികേരം ഉപയോഗിക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഈ തൈര് ഈ മിക്സിയിൽ കിടന്ന് കുറുകി വരണം. തൈരൊന്നും പിരിയൊന്നുമില്ല, ധൈര്യമായിട്ട് നമുക്ക് കുറുക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നാളികേരം വേണം. അത് ഒരു അരമുറി, വലിയൊരു അരമുറി നാളികേരമാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ തൈര് ചേർത്തിട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. വെള്ളമല്ല കൂടുതൽ ഉപയോഗിക്കേണ്ടത്, തൈരാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ജീരകം, 1 സ്പൂൺ ജീരകവും കുറച്ച് കുരുമുളക് അങ്ങനെ തന്നെ ഇല്ലെങ്കിൽ പൊടിയായാലും മതി, ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കുക, നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം. തൈരൊന്നും അധികം പാടില്ല. എന്നിട്ട് നമ്മളിതേ ആ തൈരിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു. ആ വീഡിയോ മിസ്സായിപ്പോയി, അതാണ്. നമ്മൾ തൈരിൻ്റെ മിക്സിലേക്ക് ആ നാളികേരത്തിൻ്റെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് പെട്ടെന്ന് അത് കുറുകി വരും. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര കൂടി ചേർക്കാം. ലാസ്റ്റ് നന്നായിട്ട് തിളച്ച അവസാനം ഓഫ് ചെയ്യാറാകുമ്പോൾ ഒരു 1/2 സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും നമ്മുടെ കാളന്. ഇപ്പോൾ നമ്മുടെ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നും, പക്ഷേ ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ ഇത്ര ലൂസിലെടുത്തില്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് തീരെ കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, തീരെ ഭയങ്കരമായിട്ട് കട്ട പിടിച്ചു പോകും. നമുക്കത് വേണ്ടല്ലോ. ഇനി ലാസ്റ്റായിട്ട് അതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കണം. അതിനായിട്ടൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ടു. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉലുവ ചേർക്കണം. കൂടാതെ വറ്റൽമുളക്, വേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ ആ മോരിൻ്റെ കൂട്ടിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? ഇപ്പം തന്നെ നമ്മൾ ഓഫ് ചെയ്ത് 5 മിനിറ്റ് പോലെ ആയിട്ടില്ല, അപ്പോഴേക്കും ഇത്രയും കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഇരിക്കുമ്പോൾ നന്നായിട്ട് കുറുകി വരും. എന്തായാലും എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. നിങ്ങളുടെ എന്തായാലും വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.